كمل الدين وهدانا إلى التوحيد الخالص، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, ജീവിതത്തിലുടനീളം രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ആദ്യമായി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന് ഉപദേശിക്കുകയും വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. അപ്രകാരം റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നമ്മൾ വിലമതിക്കുന്ന പലതും നമുക്കുണ്ട്. നമ്മുടെ കുടുംബം, നമ്മുടെ കച്ചവടം, നമ്മുടെ ജോലി തുടങ്ങി പലതും നമ്മൾ വളരെ വലിയ വില നൽകി സംരക്ഷിക്കുന്ന ഓരോന്നുമാണ്. ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ നിധിയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 3 കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഖൽബുൻ ഷാക്കിർ വലിസാനുൻ സാക്കിർ വസൗജത്തുൻ സ്വാലിഹ തുഈനുക അലാ അംരി ദുനിയാക വദീനുക. ഒന്ന്, നന്ദിയുള്ളൊരു ഹൃദയം, അതേപോലെ ദിക്ർ നിറഞ്ഞ റബ്ബിനെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ദിക്റിന്റെ നനവുള്ള ഒരു നാവ്. വസൗജത്തുൻ സ്വാലിഹ തുഈനുക അലാ അംരി ദുനിയാക വദീനുക. മൂന്നാമത് പഠിപ്പിക്കുന്നു, ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും പരസ്പരം സഹായികളായി തീരുന്ന ഇണ. ഇതാണ് ഈ ഭൂമുഖത്ത് കിട്ടാവുന്നതിൽ ഖൈറു മക്തൻസന്നാസ്, ഈ ഭൂമിയിൽ മറ്റ് എന്തിനേക്കാളും വിലമതിക്കുന്ന നിധിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സജ്ദയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലസീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദാ ഖലഖൽ ഇൻസാന മിൻ തീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആ മുഴുവൻ സൃഷ്ടികളിൽ നിന്നുമൊക്കെ അല്ലാഹു തആല വിശിഷ്ടമാക്കിയ മനുഷ്യൻ
ആ മനുഷ്യനെ കളിമണ്ണിൽ നിന്നാണ് അവന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് എന്ന് അല്ലാഹു തആല പറയുന്നു. സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ. പിന്നെ അവന് അവന്റെ സന്താന പരമ്പരകളെ, സന്തതികളെ നിസാരമായ ഒരു വെള്ളത്തിൽ നിന്നും, ആ വെള്ളത്തിന്റെ സത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, സംവിധാനിച്ചു എന്ന്. തുടർന്നുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിൻ റൂഹിൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രൂപം ശരിയായ വിധത്തിൽ രൂപീകരിച്ചതിന് ശേഷം അല്ലാഹുവിങ്കൽ നിന്നുള്ള റൂഹിനെ, ആത്മാവിനെ അല്ലാഹു മനുഷ്യ ശരീരത്തിൽ ഊതുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇങ്ങനെയെല്ലാം മനുഷ്യന് ആത്മാവ് നൽകി, നല്ല ശരീരം നൽകി, എന്നിട്ട് വജഅല ലക്കുമുസ് സമഅ, എന്നിട്ട് അല്ലാഹു തആല അവന് കേൾവി ശക്തി നൽകി, വൽ അബ്സാർ, കാഴ്ചയും നൽകി, വൽ അഫ്ഇദ, ചിന്തിക്കാൻ പാകത്തിലൊരു ഹൃദയത്തെയും അല്ലാഹു തആല നൽകുകയുണ്ടായി. ഇതൊക്കെ മനുഷ്യരായ നാം ഉൾപ്പെടുന്ന ആദമിന്റെ സന്തതികളായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നൽകിയതാണ്. ഇതെല്ലാം നൽകിയിട്ടും ആ മനുഷ്യനെ സംബന്ധിച്ച്, നമ്മെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുകയാണ്, ഖലീലം മാ തഷ്കുറൂൻ. ആ മനുഷ്യരിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതെല്ലാം നൽകിയതിനെ കുറിച്ച് അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കാര്യങ്ങളാണ് അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. കേൾവിക്ക് പരിമിതിയുള്ള എത്രയോ ആളുകളെ നമ്മൾ പുറമെ കാണുന്നുണ്ട്. കാഴ്ചശക്തിയില്ലാത്തവർ, റോഡ് മുറിച്ച് കടക്കുവാൻ പ്രയാസപ്പെട്ടത് കണ്ടിട്ട് അവരെ സഹായിച്ചവരാണ് നമ്മൾ. സംസാരശേഷിയില്ലാത്തവർ കൈകളിലെ വിരലുകൾ ഉപയോഗിച്ച് ആംഗ്യങ്ങൾ കാണിച്ച് സംസാരിക്കുന്നത് നമ്മൾ യാത്രകളിൽ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട്, ഇതെല്ലാം റബ്ബ് നമുക്ക് നൽകി, എന്നിട്ട് ആ റബ്ബിനോട് നമ്മൾ തിരിച്ച് എത്ര കണ്ട് നന്ദി കാണിച്ചു എന്നുള്ളത്, അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇതെല്ലാം നൽകിയിട്ടും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുന്നത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിലുള്ളൂ എന്നുള്ളതാണ്. അല്ലാഹു തആല സൂറത്തുൽ അഅറാഫിൽ വീണ്ടും പറയുന്നുണ്ട്, വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലക്കും ഫീഹാ മആയിഷുൻ ഖലീലൻ മാ തഷ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് സ്വാധീനം നൽകി. എന്നിട്ട് ഇവിടെ അല്ലാഹു തആല മനുഷ്യർക്കാവശ്യമായ ജീവിത വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി തന്നു. എന്നിട്ടും ഖലീലൻ മാ തഷ്കുറൂൻ, കുറച്ച് ആളുകൾ മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, റമളാൻ കഴിഞ്ഞു, അതേപോലെ ചെറിയ പെരുന്നാൾ അവസാനിച്ചു. ഇനി നമ്മൾ ദുൽഹിജ്ജിലേക്ക് കടക്കുന്ന, ഹജ്ജിന്റെ മാസങ്ങളിലേക്ക് കടക്കുന്ന സമയമാണ്. ഹജ്ജിന് വേണ്ടി പല കോണുകളിൽ നിന്നും യാത്രകൾ ആരംഭിക്കുവാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയും അവിടുത്തെ കുടുംബത്തെയും ധാരാളം ഓർക്കുന്ന അവസരമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ പറയുന്നു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം ഒരു സമുദായമായിരുന്നു. കാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു സമുദായമായിരുന്നു. ഒരു സമുദായം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു വ്യക്തി ജീവിതത്തിൽ മുഴുവനും ചെയ്തു തീർത്തതിന്റെ അംഗീകാരമായി അല്ലാഹു തആല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമെ വിശേഷിപ്പിച്ച വിശേഷണമാണ് കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവിന് സർവ്വതും സമർപ്പിക്കുന്ന,
ഋജുമനസ്കനായ മുശ്രിക്കീങ്ങളിൽ ഉൾപ്പെടാത്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു. എന്നിട്ട് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഒരു സവിശേഷതയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ശാക്കിറൻ ലിഅൻഉമിഹി, അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറെ നേരം ദീർഘമായി നിന്ന് നമസ്കരിക്കുകയാണ്. അവിടുത്തെ കാലുകളിൽ വല്ലാതെ നീര് കെട്ടുമാറ് പ്രയാസപ്പെടുമാറ് അവിടെ നിന്ന് നമസ്കരിക്കുന്നു. നമസ്കാര ശേഷം ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഉമ്മയായ പ്രവാചകന്റെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ് വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക്. എന്താണ് പ്രവാചകരെ ഇത്? എന്തിനിങ്ങനെ പ്രയാസപ്പെടണം? താങ്കൾക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ മുഴുവനും പടച്ച റബ്ബ് പുറത്തു തന്നിട്ടില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചവിടുന്ന് മറുപടി പറഞ്ഞത്, അഫല ഉഹിബ്ബു അൻ അകൂന അബദൻ ശകൂറ. ആയിഷ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതായിരുന്നു അവിടുത്തെ മറുപടി. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതം നമ്മൾ എടുക്കുക, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ എടുക്കുക. ചെറുപ്പം മുതലേ മദ്രസകളിൽ പ്രവാചകന്മാരുടെ പാഠഭാഗങ്ങൾ പഠിച്ചവരാണ് നമ്മൾ. ആ പഠിച്ച പാഠഭാഗങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിന്നും ഉപ്പ പുറത്താക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ നാട്ടുകാർ ഒരുമിച്ച് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നു. നാട്ടിൽ നിന്നും പലായനം ചെയ്ത് പുറത്തേക്ക് പോകുവാൻ വേണ്ടി കൽപ്പിക്കുന്നു. നാട് വിട്ടു പോകുവാനുള്ള കൽപ്പനയുണ്ടാകുന്നു. നാട് വിട്ടുപോയി ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരുന്നു ഒരു കുഞ്ഞിക്കാല് കാണുവാൻ. ഏറെ നാളുകൾ വിഷമതയോടെ പ്രാർത്ഥനകളോടെ ഏത് ദമ്പതിമാരുടെയും ആഗ്രഹമായ ഒരു കുട്ടിക്ക് വേണ്ടി, ഒരു സന്താനത്തിന് വേണ്ടി ഏറെക്കാലം കാത്തിരുന്നു. കഴിഞ്ഞില്ല. അവസാനം ഒരു സന്താനമുണ്ടായി. ആ സന്താനമുണ്ടായപ്പോൾ ആ ചോര പൈതലിനെയും പ്രസവരക്തം മാറാത്ത ആ കുഞ്ഞിന്റെ ഉമ്മയെയും എടുത്ത് മക്കയിലേക്ക് ആരാരുമില്ലാത്ത മണലാരണ്യത്തിൽ കൊണ്ടുപോയിടാൻ പടച്ച റബ്ബിന്റെ കൽപ്പന. ഉടനടി അത് കേൾക്കുന്നു. അങ്ങനെ കൊണ്ടുപോയി ആ മണലാരണ്യത്തിൽ കൊണ്ടുപോയി ആക്കുന്നു. അവസാനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ കുഞ്ഞിനെ അറുക്കണമെന്ന് റബ്ബിന്റെ കൽപ്പനയുണ്ടായി. അതിനും തയ്യാറാവുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ജനിക്കുന്നതിന് മുമ്പേ ഉപ്പയെ നഷ്ടപ്പെട്ടു. 6-ാമത്തെ വയസ്സിൽ ഉമ്മയെ നഷ്ടപ്പെട്ടു. ജീവിതത്തിലേക്ക് പ്രതീക്ഷകളായിട്ട് കടന്നു വന്ന പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ, അവിടുന്ന് ജീവിതത്തിൽ താങ്ങും തണലുമായി നിന്നിരുന്ന കാലഘട്ടം. താങ്ങായി തണലായി ഒരു പ്രിയതമയുടെ ആവശ്യമുള്ളൊരു സമയത്ത് ആളുകൾ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ അതിന് താങ്ങായി നിൽക്കേണ്ട പ്രിയപ്പെട്ടവളെ ജീവിതത്തിന്റെ യാത്രയിൽ നഷ്ടപ്പെടുകയാണ്. പിന്നീട് സ്വന്തം ജനിച്ച വീടും നാടും വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നു. അവിടെയും സ്വസ്ഥമായി ജീവിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഉടനീളം പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ പ്രവാചകന്റെ മടിയിൽ കിടന്ന്, പ്രവാചകന്റെ കൈകളിൽ കിടന്ന് പ്രവാചകന്റെ മക്കൾ പലരും മരണപ്പെട്ടു പോകുന്നു. ആൺകുട്ടിയില്ല, നിന്റെ ഈ ആദർശത്തെ ഏറ്റെടുക്കുവാൻ നിനക്ക് പിൻഗാമിയില്ല എന്ന് പറഞ്ഞ് ശത്രുക്കൾ ആക്ഷേപിച്ചു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആൺകുട്ടിയെ നൽകുന്നു. തന്റെ ഉപ്പയായ ആദർശപിതാവായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പേര് ആ കുട്ടിക്കിടുന്നു. ആ മകനും മരിച്ചു പോവുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, ഇതിലൂടെയെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി. നമ്മൾ വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന വലിയ സമ്പത്തോ, വലിയ വീടോ, വലിയ വാഹനങ്ങളോ, വലിയ സൗകര്യങ്ങളോ, ഇതൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലായിരുന്നു. അവിടുത്തെ ആദർശപിതാവായ
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമക്കും അതൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് റബ്ബ് പറഞ്ഞു, ശാക്കിറൻ ലി അൻഉമിഹി, അവിടുന്ന് അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായിരുന്നു എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടും ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് ആയിഷ എന്നുള്ളതാണ്. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്ത് പരിശോധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കാത്ത, ആസ്വദിക്കാത്ത എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ ആസ്വദിച്ചു. എന്തെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണാത്ത അനുഗ്രഹങ്ങൾ പലതും നമ്മൾ ഓരോ നിമിഷവും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല നമുക്ക് കേൾവിയും കാഴ്ചയും സംസാര വൈഭവവും നമ്മുടെ കൈകാലുകൾക്ക് സ്വാധീനവും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി. ഇതെല്ലാം റബ്ബ് നൽകിയിട്ട് ഈ നൽകിയതിന് എത്ര കണ്ട് നമ്മൾ നന്ദി കാണിച്ചിട്ടുണ്ട് എന്ന് നാം ആലോചിക്കുക. നമ്മൾ നേരം വെളുക്കുമ്പോൾ നിർഭയത്വത്തോടു കൂടിയാണ് എഴുന്നേറ്റ് വന്നത്. മുസ്ലിമായതിന്റെ പേരിൽ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ. നമ്മൾ ദിനേന എന്നോണം നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ, നിമിഷങ്ങളിൽ എന്നോണം പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ, ഗസയിലെ നമ്മുടെ സഹോദരങ്ങളുടെ കാഴ്ചകൾ. അവരൊക്കെ അനുഭവിക്കുന്ന ഒരു ഭയപ്പാടുണ്ട്, അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടില്ല, ആ ഭയപ്പാടുകൾ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രാവിലെ നോക്കുമ്പോൾ ചലനമറ്റ് കിടക്കുന്ന ഉപ്പയെ കാണുന്ന മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ, ഇങ്ങനെ എത്രയോ കാഴ്ചകൾ നേരങ്ങൾ കൊണ്ട് അവരുടെ സൗഭാഗ്യങ്ങളും എല്ലാം തട്ടിമാറ്റപ്പെടുന്ന രൂപത്തിലുള്ള പലതും അവർ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഫുഡ് ട്രക്കുകൾ വരുമ്പോൾ, അതല്ലെങ്കിൽ അത്തരത്തിൽ ഭക്ഷണപ്പൊതികളുമായി ആളുകൾ വരുമ്പോൾ ആ ആളുകൾക്ക് മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന അവസ്ഥകൾ നമ്മുടെ മക്കൾക്കുണ്ടായിട്ടില്ല. ഫലസ്തീനിലെ മക്കൾക്ക് അതുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര കണ്ട് റബ്ബിനോട് ഇതിനെല്ലാം നന്ദി കാണിച്ചിട്ടുണ്ട് എന്ന് നാം ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇബ്രാഹിമിൽ 7-ാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, വഇദ് തഅസ്സന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പ്രഖ്യാപിച്ച സന്ദർഭം, പറഞ്ഞ സന്ദർഭം എന്താണ്? ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർധനവ് നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര കണ്ട് ഈ നൽകിയ ശരീരത്തിന്, ഈ നൽകിയ കാഴ്ചക്ക്, ഈ നൽകിയ കേൾവിക്ക്, ഈ നൽകിയ ചലനമുള്ള ഈ ശരീരത്തിന് റബ്ബിനോട് എത്ര കണ്ട് നന്ദി കാണിച്ചിട്ടുണ്ട് നമ്മൾ ആലോചിക്കുക. നമ്മുടെ പ്രായമുള്ള എത്ര ആളുകൾ രോഗശയ്യയിൽ കിടക്കുന്നുണ്ട്, വാട്ടർ ബെഡുകളിൽ വിശ്രമിക്കുന്നുണ്ട്, അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്, ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് മക്കളെ ലഭിച്ച എത്ര മാതാപിതാക്കൾ നമ്മുടെ പ്രായമുള്ളവരുണ്ട്. പല പ്രയാസങ്ങളും അവരൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് കേട്ടിട്ട് ആത്മാർത്ഥമായി, പടച്ച റബ്ബേ നീ എനിക്കിതെല്ലാം നൽകിയല്ലോ, അൽഹംദുലില്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുവാൻ നമുക്ക് എത്ര കണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. ആ അൽഹംദുലില്ലാ റബ്ബിനോട് പറഞ്ഞാലും മതിവരാത്തത്ര അനുഗ്രഹങ്ങൾ റബ്ബ് നൽകി. ഈ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ റബ്ബിനോട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ, ആ അൽഹംദുലില്ലാ പറയുവാൻ റബ്ബ് നമ്മെ അനുഗ്രഹിച്ചല്ലോ, അതിനും അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അങ്ങനെ തീരാത്ത നന്ദി റബ്ബിനോട് കാണിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മൾ നമസ്കാരത്തിൽ കൈകെട്ടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ ഈ സ്തുതിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു നേരത്തിൽ, ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എത്ര കണ്ട് നമ്മൾ ഈ അല്ലാഹ് നൽകിയതിന് നന്ദി കാണിച്ചിട്ടുണ്ട്. നമുക്ക് പരാതിയാണ്, പരിഭവമാണ്. നൽകാത്തതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. അയൽവാസിയുടെ വലിയ വീടാണ് നമ്മൾ കാണുന്നത്, അപ്പുറത്തുള്ള നേരെ തിരിച്ചുള്ള അയൽവാസിയുടെ ചെറിയ വീട് നമ്മൾ കാണുന്നില്ല. നമ്മുടെ സുഹൃത്തിന്റെ വലിയ വാഹനങ്ങൾ നമ്മൾ കാണുന്നു, നമ്മുടെ മറ്റൊരു സുഹൃത്ത് ബസ്സിൽ തിക്കിക്കയറി പോകുന്നത് നമ്മൾ കാണുന്നില്ല. ഇതൊക്കെയും നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ പലപ്പോഴും കാണാതെ
അതിനെ നന്ദി കാണിക്കാതെ നൽകാത്തതിന് പരാതിയും പരിഭവങ്ങളും പറയുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ളുഹ അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ പറയണേ, ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണേ, ആ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. നമ്മൾ എത്ര കണ്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. റബ്ബ് എനിക്ക് ഇത് നൽകി, അൽഹംദുലില്ലാഹ്. സന്താന ലബ്ധിക്ക് ഭാഗ്യമില്ലാതെ എത്രയോ ദമ്പതികൾ IVF കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങുമ്പോൾ അല്ലാഹു തആല സന്താനങ്ങളെ നൽകി, അൽഹംദുലില്ലാഹ്. സന്താനങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് നൽകി, അൽഹംദുലില്ലാഹ് എന്ന് എത്ര കണ്ട് നമുക്ക് പറയുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുകയും നന്ദിയുള്ള റബ്ബിന് നന്ദി കാണിക്കുന്ന അടിമകളായി മാറുകയും ചെയ്യുക. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നന്ദി കാണിക്കുന്നവരായി മാറണം. അതാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാമും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമും നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലിസാനൻ സാക്കിർ, റബ്ബിനെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാവ് എന്നുള്ളതാണ്. റബ്ബിനെ സദാ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ദിക്റുകൾ കൊണ്ട് മാത്രം, അതല്ലെങ്കിൽ കേവലം ദിക്റുകൾ പറഞ്ഞ് മാത്രം ഒരു മൂലയിൽ ഇരിക്കുക, അതല്ലെങ്കിൽ ഒരു തസ്ബിമാല പിടിച്ച് എപ്പോഴും ഇങ്ങനെ ദിക്റുകൾ പറഞ്ഞ് ജപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല സദാ സ്മരിക്കുക എന്നുള്ളത്. മറിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, നമ്മൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഏതെങ്കിലും കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ ആ കച്ചവടത്തിൽ ഏർപ്പെടുന്ന നേരത്ത് ഞാൻ ചെയ്യുന്നത് ഇത് റബ്ബിന് നിരക്കുന്നതാണോ നിരക്കാത്തതാണോ എന്നുള്ളൊരു ബോധമുണ്ടല്ലോ, അതാണ് റബ്ബിനെ സദാ സ്മരിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു യാത്രാ വഴിയിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ, വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ, റബ്ബ് എനിക്ക് ഇറങ്ങുവാൻ അവസരം നൽകിയല്ലോ, റബ്ബിനെ ഞാൻ സ്മരിച്ചോ എന്ന് ആലോചിച്ച് ചിന്തിച്ച് വലതുകാലെടുത്ത് വെച്ച് ചെരിപ്പ് വെച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ കഴിയുന്നതുണ്ടല്ലോ, അതാണ് സദാ റബ്ബിനോടുള്ള സ്മരണ എന്ന് പറയുന്നത്. വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ഈ വാഹനങ്ങൾ റോഡിലൂടെ ചീറിപ്പാഞ്ഞു വരുമ്പോൾ എത്രയോ അപകടങ്ങൾ കേട്ടിട്ടുണ്ട്, എത്രയോ അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. റബ്ബ് എനിക്ക് ഈ അപകടങ്ങളിൽ നിന്നെല്ലാം സംരക്ഷണം നൽകണം എന്ന ആഗ്രഹത്തോടെ, എന്ന ഉദ്ദേശത്തോടു കൂടി സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്ന് പറഞ്ഞ് വാഹനത്തിൽ കയറാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതാണ് റബ്ബിനെ സദാ സ്മരിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം. ഏത് നേരത്തും ഏത് നിമിഷങ്ങളിലും റബ്ബിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വഅമൂത്ത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. ഈ രണ്ട് സ്മരണകൾക്കിടയിലുള്ളതാണ് നമ്മുടെ ജീവിതം. അതിനിടയിൽ എത്രയോ പ്രാർത്ഥനകൾ, എത്രയോ ദിക്റുകൾ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ട് പറഞ്ഞു, എത്ര കണ്ട് നമ്മൾ അതൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് നാം ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു തആല നമ്മളോട് പറയുന്നു, ഫഇദാ ഖുളിയത്തിസ് സ്വലാത്ത്, നിങ്ങൾ നമസ്കാരത്തിൽ നിന്നും നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫന്തശിറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുക. വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിന്റെ ഫളുകളേക്ക് നിങ്ങൾ അന്വേഷിച്ച് അതിനെ അത്തരത്തിലുള്ള ഫളുകൾ തേടിപ്പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലിയും കച്ചവടവും മറ്റ് കാര്യങ്ങളിലേക്കുമൊക്കെ നിങ്ങൾ ഏർപ്പെട്ടുകൊള്ളുക. അങ്ങനെ ഏർപ്പെടുമ്പോൾ വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം ഓർക്കണം. അല്ലാഹുവിനെ ധാരാളം ഓർക്കണം. എപ്പോഴും ഓർക്കണമെന്ന് അല്ലാഹു പറഞ്ഞത് നമസ്കാരത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം ഓർക്കണം. പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്, നമസ്കാരം അല്ലാഹുവിന്റെ മുമ്പിലാണ്. അതിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകളാണ്, ഓർമ്മകളാണ് മുഴുവനും. ഓർമ്മകളും ചിന്തകളും മാറിപ്പോകുമെങ്കിലും പഴപ്പ് അധികവുമായി നമ്മൾ അല്ലാഹുവിനെ ഓർക്കുകയും സ്മരിക്കുകയും ഒക്കെ നമസ്കാരത്തിലും ഇബാദത്തിലും ഒക്കെ ചെയ്യും. എന്നാൽ അതിൽ നിന്നും വിരമിച്ച് നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ച് നിങ്ങളുടെ കച്ചവടങ്ങളിലേക്ക്, നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ അവിടെ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം ഓർക്കണം. അവിടെ അല്ലാഹുവിന് നിരക്കാത്ത ഹറാമായ പലിശ നമ്മുടെ കച്ചവടത്തിൽ വരാൻ പാടില്ല.
ഹറാമായ സമ്പാദ്യം കൊണ്ട് നമ്മുടെ കുടുംബത്തെ നമ്മൾ ഊട്ടാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. അതിനാണ് അല്ലാഹു തആല നമസ്കാരം കഴിഞ്ഞ് ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കുമ്പോൾ ഫദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ ആ സമയത്ത് അള്ളാഹുവിനെ ധാരാളം ഓർക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനുള്ള കാരണം. ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോൾ റബ്ബിനെ സ്മരിക്കാൻ പറഞ്ഞതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ആളുകളോട് അല്ലാഹു തആല ഹജ്ജ് കഴിഞ്ഞ് ഫഇദാ ഖളൈതും മനാസികകും, നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജിന്റെ മനാസികുകൾ കഴിഞ്ഞ് ഹജ്ജിൽ നിന്നും വിരമിച്ചാൽ ഫദ്കുറുല്ലാഹ കസിക്രികും ആബാഅകും ഔ അശദ്ദ സിക്റ, നിങ്ങൾ ആ സമയത്ത് അല്ലാഹുവിനെ ഓർക്കണം. അല്ലാഹുവിനെ എങ്ങനെ ഓർക്കണം? നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ അല്ല, ഔ അശദ്ദ സിക്റ, അതിനേക്കാളും അധികമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 200-ാമത്തെ ആയത്തിൽ ഹജ്ജുകാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇബാദത്തുകൾ അല്ലാഹുവെ കുറിച്ചുള്ള ഓർമ്മയാണ്, സ്മരണയാണ്. ഇബാദത്തുകളിൽ നിന്നും വിരമിച്ചാലാണ് ധാരാളമായി അധികമായി അല്ലാഹുവിനെ ഓർക്കേണ്ടത് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. സദാ നേരങ്ങളിൽ റബ്ബിനെ സ്മരിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ ഓരോന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ, അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇത് വെറുതെയുള്ള ഒരു നാവ് കൊണ്ടുള്ള ചലനങ്ങൾ മാത്രമാകരുത്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ എനിക്കെന്തിനേക്കാളും വലുത് എന്റെ റബ്ബാണ് എന്ന് പറയുമ്പോൾ, എന്റെ ഇണയേക്കാൾ, എന്റെ ഉപ്പയേക്കാൾ, എന്റെ ഉമ്മയേക്കാൾ, എന്റെ സന്താനങ്ങളെക്കാൾ അവർ അള്ളാഹുവിന് നിരക്കാത്ത സന്തോഷങ്ങൾ ഏർപ്പെടാൻ എന്നോട് പറയുമ്പോൾ, ഇല്ല, എനിക്ക് നിങ്ങളെക്കാൾ വലുത് എന്റെ റബ്ബാണ് എന്ന് പറയാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദിക്റുകാരായി, അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റിന്റെ ഉടമകളായി, ദിക്റിന്റെ നനവുള്ള നാവുകളായി നമ്മുടെ നാവുകൾ മാറുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായി 3 തവണ പറയുമ്പോൾ, റബ്ബേ ഞാൻ നമസ്കരിച്ചു, ഈ നമസ്കാരത്തിൽ ഒരുപാട് പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടാകും, റബ്ബേ എനിക്ക് പൊറുക്കണം, മാപ്പ് തരണമെന്ന് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് നമ്മൾ പറയുമ്പോഴാണ് യഥാർത്ഥമായ ദിക്റുകളായി നമ്മുടെ ദിക്റുകൾ മാറുക. ഇസ്ലാമിൽ ദിക്റുകളുണ്ട്. ഇസ്ലാമിൽ ദിക്ർ ഹൽക്കകളില്ല. കൂട്ടം കൂടിയിരുന്ന് ഏതെങ്കിലും തരത്തിൽ അർത്ഥമറിയാതെ അല്ലാഹ് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അല്ലാഹു അക്ബർ എന്നും അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദിക്റുകൾ ഉരുവിട്ട് പോവുക എന്നുള്ളതല്ല ഇസ്ലാം പഠിപ്പിച്ച ദിക്ർ. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരത്തിലുള്ള ദിക്റുകൾ അത് അല്ലാഹുവിനെ ഓർക്കാനാണ്, സ്മരിക്കുവാനാണ്. ഏത് നേരത്തും ഏത് നിമിഷത്തും റബ്ബിന് നിരക്കാത്തത് ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് ആ ദിക്റുകൾ. അങ്ങനെയുള്ള ദിക്റുകളാണ് നമ്മൾ പതിവാക്കേണ്ടത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. 2 വാക്കുകളുണ്ട്. ആ വാക്കിന്റെ പ്രത്യേകത ഖഫീഫത്താനി അലൽ ലിസാൻ, നിങ്ങളുടെ നാവിന് വളരെ ഭാരം കുറഞ്ഞിട്ടുള്ള, നിങ്ങളുടെ നാവിന് പ്രയാസമില്ലാത്ത 2 വാക്കുകളാണ്. സഖീലത്താനി ഫിൽ മീസാൻ, നിങ്ങളുടെ നാവിനത് ഭാരം കുറവായിരിക്കും, പക്ഷേ നാളെ പരലോകത്ത് നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ അതിന് കനം കൂടുതലായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഹബീബത്താനി ഇലർ റഹ്മാൻ, കാരുണ്യവാനായ കരുണാനിധിയായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് ഏറെ പ്രിയപ്പെട്ട വാക്കുകളാണ് അത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്ർ പറഞ്ഞു തരികയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഈ ദിക്ർ പതിവാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഹുവൽ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദിയുള്ള, അള്ളാഹുവിനെ സദാ സ്മരിക്കുന്ന വിശ്വാസികളാവുക
നല്ല അടിമകളാവുക എന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളുമാണ് നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ത്വാഹയിലെ 124 വചനത്തിലൂടെ പറയുകയാണ്, വമൻ അഅറള അൻ സിക്രി, ആരാണോ എന്നോടുള്ള സിക്റിനെ തൊട്ട് പിന്തിരിഞ്ഞ് പിന്മാറി നടക്കുന്നത്, ഫഇന്ന ലഹു മഈശതൻ വൻക, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ ലോകത്തിലെ ഉപജീവനം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടുക്കമുള്ളതാക്കി കളയുമെന്നുള്ളതാണ്. ജീവിതങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ കച്ചവടം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള വിളികൾ നമ്മൾ കേൾക്കുമ്പോൾ ആ വിളികളിൽ നിന്നും തിരിഞ്ഞ് അതിന് നേരമില്ലാതെ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് നേരം കൊടുത്തത് കൊണ്ടായിരിക്കാം ഇന്ന് നമ്മുടെ കച്ചവടങ്ങൾ മാന്ദ്യമേർപ്പെട്ടിട്ടുണ്ടാകുക. നമ്മൾ ആയ കാലങ്ങളിൽ അള്ളാഹുവിൻ്റെ വിളി കേൾക്കുമ്പോൾ അതിലേക്ക് കടന്നു ചെല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക്, മറ്റു മാർഗങ്ങളിലേക്ക് കടന്നു ചെന്നത് കൊണ്ടായിരിക്കാം ഇന്ന് നമ്മൾ നമ്മുടെ സമ്പത്തിന് ഞെരുക്കമുണ്ടായിട്ടുള്ളത്. അതാണ് അല്ലാഹു തആല പറയുന്നത്, വമൻ അഅറള അൻ സിക്രി, ആരാണോ എൻ്റെ സിക്റിൽ നിന്നും എൻ്റെ സ്മരണയിൽ നിന്നും പുറംതിരിഞ്ഞ് അത്തരത്തിൽ മാറി നടക്കുന്നവനാരാണോ, ഫഇന്ന ലഹു മഈശതൻ വൻക, അവന്റെ മഈശത്തിനെ, അവന്റെ ഉപജീവനത്തെ, അവന്റെ സമ്പത്തിനെ, അവന്റെ കച്ചവടത്തെ, അവന്റെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞെരുക്കമുള്ളതാക്കി കളയും, ഇടുക്കമുള്ളതാക്കി കളയും എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കുക, ചിന്തിക്കുക, നമ്മളിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ കച്ചവടം, അത് കച്ചവടത്തിൽ ബർക്കത്ത് ലഭിക്കാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കച്ചവടത്തിലേക്ക് കലർന്നത് കൊണ്ടാകുമോ? ആലോചിക്കണം. അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്നും വിളി കേട്ടിട്ട് പള്ളി അടുത്തുണ്ടായിട്ടും ആ കച്ചവടത്തിൽ നിന്നും ജോലിയിൽ നിന്നും വിരമിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന സമയത്തെ ഞാൻ നീക്കിവെച്ചത് കൊണ്ടായിരിക്കുമോ അല്ലാഹു തആല എന്നെ ഇങ്ങനെ ഞെരുക്കിയത്, ഇടുക്കമുള്ളതാക്കിയത്? നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി, മുഅ്മിനീങ്ങളായി നമ്മൾ മാറുക. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല നമുക്കേവർക്കും പുറത്തുമാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന രക്ഷിതാവേ, ജീവിതത്തിന്റെ നിഖില മേഖലകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയവരാണ് നാഥങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നീ നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണ റബ്ബേ. ഞങ്ങളിൽ കച്ചവടത്തിൽ മാന്ദ്യം സംഭവിച്ച ആളുകൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടിൽ ഏർപ്പെടുന്ന ആളുകൾ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അല്ലാഹുവേ അതെല്ലാം നീ ദൂരീകരിച്ച് സമ്പത്തിൽ എല്ലാവർക്കും നീ ഖൈറിനെ, ബർക്കത്തിനെ ധാരാളമായി ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന, നന്ദിയുള്ള അടിമകളായി നീ ഞങ്ങളെ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. സദാ നിന്നെ സ്മരിക്കുവാൻ സാധിക്കുന്ന മനസ്സുകളുടെ, ഹൃദയങ്ങളുടെ, നാവുകളുടെ ഉടമകളായി റബ്ബേ നീ ഞങ്ങളെ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, നേതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളോടൊപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നവർ, കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നവർ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നവർ പലരും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിച്ചു റബ്ബേ. അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി, സ്വർഗത്തോപ്പാക്കി, സന്തോഷത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ബർസഖിന്റെ ലോകത്ത് കഴിയുന്നവർക്ക് നീ സമാധാനം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. സന്തോഷം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റബ്ബേ. റഹ്മാനായ റബ്ബേ, ഞങ്ങളും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളുടെ ബർസഖിന്റെ ലോകം അപ്രകാരം പ്രകാശപൂരിതമായ ലോകമാക്കി നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കുവാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, പള്ളിയിലേക്ക് ജമാഅത്തിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ശരീരത്തിന്റെ പല അവശതകൾ, ന്യൂനതകൾ കാരണം വരാൻ കഴിയാത്ത രോഗികളായിട്ടുള്ള എത്രയോ ആളുകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് റബ്ബേ. അവരുടെ എല്ലാവിധത്തിലുള്ള രോഗങ്ങൾക്ക് നീ ശമനം നൽകി, ശിഫ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളോടൊക്കെയും പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട എത്രയോ ആളുകളുണ്ട് അല്ലാഹുവേ. അവരുടെ സ്വാലിഹായ
എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർക്ക് നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈമാനികമായ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ വാഗ്ദാനം ചെയ്ത ആത്യന്തികമായ വിജയം നീ ഫലസ്തീനുകൾക്ക് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്നെല്ലാം അറിയുന്ന തമ്പുരാനെ, ഞങ്ങളുടെ മരണം നീ എളുപ്പമുള്ളതാക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. മരണശേഷം ഞങ്ങളുടെ ബർസഖിന്റെ ലോകം വിശാലമാക്കി മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. ബർസഖിന് ശേഷം പരലോക ജീവിതം നീ ഞങ്ങളെ നന്നാക്കണേ റബ്ബേ. അർശിന്റെ തണൽ ലഭിക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റബ്ബേ. നരകാഗ്നിയുടെ ചൂട് താങ്ങുവാനുള്ള കരുത്ത് ഞങ്ങളുടെ ശരീരത്തിനില്ല റബ്ബേ. ആ നരകാഗ്നിയെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഏറെ പ്രയാസങ്ങൾ, ഏറെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ സഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ആ ബുദ്ധിമുട്ടുകൾക്ക്, പ്രയാസങ്ങൾക്ക് പകരമായി നിന്റെ സ്വർഗം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാം നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്വാലിഹീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, മുർസലീങ്ങളോടൊപ്പം ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിച്ച് സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ, സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا وأجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين وسلام على المرسلين.